So, അടുത്താണ് ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ. സോ എ നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് അറ്റ് എനി പോയിന്റ് ഇൻ എ കമ്പ്യൂട്ടേഷൻ ദ മെഷീൻ മേ പ്രൊസീഡ് അക്കോർഡിംഗ് ടു സെവറൽ പോസിബിലിറ്റീസ്. അതായത് നമുക്കെന്താ നേരത്തെ പറഞ്ഞു പോട്ട് ഏതെങ്കിലും പർട്ടിക്കുലർ ഇൻപുട്ടിന് ഒന്നിൽ കൂടുതൽ പോസിബിലിറ്റീസ് വരുന്നത്, ഒന്നിൽ കൂടുതൽ ട്രാൻസിഷൻ വരുന്നതാണ് നമ്മൾ നോൺ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. സോ ഈ നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീനും അതേക്കൂട്ട് തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് കമ്പ്യൂട്ടേഷനിൽ മെഷീന് ഏതെങ്കിലും പല പോസിബിലിറ്റിയിൽ ഏതെങ്കിലും ഒരു വരി പ്രൊസീഡ് ചെയ്യാൻ പറ്റും. സോ ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർ എ നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ ഇറ്റ് ഹാസ് ദ ഫോം q ക്രോസ് സിഗ്മ വിൽ ഗീവ് എപ്പോഴും എന്തായിരുന്നു 2 raised to. സോ 2 raised to q cross gamma cross and direction should be specified. It should be left or right. So if a Turing machine has transition specified by delta of qx is equal to q1 comma y comma r q2 comma z comma l is non-deterministic in nature. അതായത് ക്യൂ ഓൺ ഇൻപുട്ട് എക്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ സ്റ്റേറ്റ് ക്യൂ വണ്ണിൽ പോകാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ക്യൂവിലേക്ക് പോകാം. സോ ക്യൂ വണ്ണിൽ പോവുകയാണെങ്കിൽ എക്സിനെ വൈ വെച്ച് റീപ്ലേസ് ചെയ്യും, റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അതേക്കൂട്ട് തന്നെ ക്യൂ ടു സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ എക്സിനെ ഇസഡ് വെച്ച് റീപ്ലേസ് ചെയ്യും, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. So it is a non-deterministic in nature, and for any input x, y, y, x, there are two possibilities moves when a Turing machine it is in state q. So qx ആണെന്നുണ്ടെങ്കിൽ എന്താ എക്സ് ഒന്നെങ്കിൽ വൈയിലേക്ക് പോകാം. സോ എക്സിനെ വൈ വെച്ച് റീപ്ലേസ് ചെയ്തു, സ്റ്റേറ്റ് ക്യൂ വൺ എഗെയിൻ വൈ വൈ എക്സ്, ദെൻ എഗെയിൻ ക്യൂ വൺ വൈ വൈ എക്സ്, അല്ലെന്നുണ്ടെങ്കിൽ ക്യൂ ടു ദെൻ ഇസഡ് ലെഫ്റ്റിലേക്ക് പോകാം. സോ ലെഫ്റ്റിലേക്ക് എന്ന് പറയുന്നത് എക്സിനെ ഇസഡ് വെച്ച് റീപ്ലേസ് ചെയ്തു, ലെഫ്റ്റിലേക്ക് പോകാം. സോ ലെഫ്റ്റിലേക്ക് പോയാൽ എന്താണ് ബ്ലാങ്ക് ഉണ്ട്. സോ വെയർ ഹാഷ് ഇസ് എ ബ്ലാങ്ക്. സോ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റ ആർ യൂഷ്വലി വ്യൂഡ് ആസ് acceptors. So a non-deterministic Turing machine is assumed to accept a string yes if there is any possible sequence of moves such that q0 hash yes comma hash on instantaneous description alpha h beta. h എന്ന് പറയുന്നത് ഹോൾട്ട് സ്റ്റേറ്റ് ആണ്. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വെനെവർ ദ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മോർ ദാൻ വൺ action is possible, a computation arbitrarily chooses one of the transitions. An input string is accepted by a non-deterministic machine if there is at least one computation that terminates in the accepting state. So existence of other computation that hold in non-accepting states or fail to hold together is irrelevant. അപ്പോൾ ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ബി അല്ലെങ്കിൽ സി ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിന്, അപ്പോൾ ജസ്റ്റ് അതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്താണ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. സോ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ഇറ്റ് ഈസ് ഡിസൈൻ ടു സിമുലേറ്റ് ദ കമ്പ്യൂട്ടേഷൻസ് ഓഫ് ആർബിട്രറി ട്യൂറിംഗ് മെഷീൻസ്. അതായത് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്താ, ഏതെങ്കിലും നമുക്ക് കമ്പ്യൂട്ടേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി, അതൊരു ആർബിട്രറി ട്യൂറിംഗ് മെഷീൻ്റെ കമ്പ്യൂട്ടേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് ഒരു യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ഡിസൈൻ ചെയ്യുന്നത്. സോ ഇൻപുട്ട് ടു ദ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ മസ്റ്റ് കണ്ടെയ്ൻ എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ മെഷീൻ എം ആൻഡ് ദ സ്ട്രിങ് ഡബ്ല്യു ടു ബി പ്രോസസ്ഡ് ബൈ എം. സോ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, അതായത് ഒരു ട്യൂറിംഗ് മെഷീൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഒരു സ്ട്രിങ് ഡബ്ല്യു എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി പ്രോസസ്ഡ് ബൈ ദ ട്യൂറിംഗ് മെഷീൻ. സോ അസ്യൂം എം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ട്യൂറിംഗ് മെഷീനായിട്ട് അസ്യൂം ചെയ്യുകയാണ് ദാറ്റ് ആക്സെപ്റ്റ്സ് ബൈ ഹോൾട്ടിങ്. സോ ഇവിടെ ആർ ഓഫ് എം എന്ന് പറയുന്നത് ഫോർ എ പർട്ടിക്കുലർ വേർഡ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീന്. പിന്നെ രണ്ട് സ്റ്റേറ്റ്സ് ആണ് വരുന്നത്, അല്ലെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആണ് വരുന്നത്. ഒന്ന് എം എന്ന് പറയുന്ന ട്യൂറിംഗ് മെഷീൻ ഹോൾഡ് ചെയ്യും വിത്ത് ഇൻപുട്ട് സ്ട്രിങ് ഡബ്ല്യു ആണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. ദെൻ രണ്ടാമത്തെന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് ഡസ് നോട്ട് ഹോൾഡ് വിത്ത് ഇൻപുട്ട് ഡബ്ല്യു. സോ വെയർ ആർ ഓഫ് എം ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ മെഷീൻ എം. സോ ഔട്ട്പുട്ട് ഓഫ് ദ ഔട്ട്പുട്ട് ലെവലിലെ ലൂപ്പ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ്സ് കമ്പ്യൂട്ടേഷൻ. യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ടെർമിനേറ്റ് ചെയ്യത്തില്ല, അത് ലൂപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എം ഹോൾസ് ആൻഡ് അക്സെപ്റ്റ് ഇൻപുട്ട് ഡബ്ല്യു. അപ്പോൾ ഹോൾസ് എന്ന് വെച്ചാൽ എന്താ, അക്സെപ്റ്റ്, അതായത് ആ സ്ട്രിങ് മുഴുവൻ എടുക്കും, അതേക്കൂട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ മെഷീൻ യു ഇസ് കോൾഡ് യൂണിവേഴ്സൽ സിൻസ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് എനി ട്യൂറിംഗ് മെഷീൻ എം ക്യാൻ ബി സിമുലേറ്റഡ് ബൈ യു. So a universal Turing machine is a Turing machine that can be fed as input string composed of two parts. ഒന്ന് encoded Turing machine T, it must be followed by a marker. രണ്ടാമത്തത് ഒരു string that is run through T. So universal Turing machine runs T on the string
if T accepts then universal Turing machine accepts. അതായത് ഒരു പർട്ടിക്കുലർ സ്ട്രിങ് എടുക്കുകയാണ്. സോ ആ ടി അക്സെപ്റ്റ് ചെയ്താൽ എന്താ, ദാറ്റ് മീൻസ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ അക്സെപ്റ്റ് ചെയ്യും. ടി ട്രാപ്സ് ഒരു ലൂപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, അത് ലൂപ്പിംഗ് ചെയ്യും, അതായത് അവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. സോ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു 3 ടൈപ്പിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. അതായത് ഇതിൻ്റെ അകത്ത് എന്താണ്, യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ആ ഒരു കറസ്പോണ്ടിങ് ലാംഗ്വേജ് കോപ്പി ചെയ്യുകയാണ്. ആൻഡ് അനദർ ഇൻ വിച്ച് കോപ്പീസ് ദ സ്ട്രിങ് ടു ഫെഡ് ടു ടി. തേർഡ് ടേപ്പ് എന്ന് പറയുന്നത് കീപ് ദ ട്രാക്ക് ഓഫ് വിച്ച് ദ സ്റ്റേറ്റ് ടി എസ് ഇൻ. 3 ടേപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് എൻകോഡിങ് ഓഫ് ടി, രണ്ടാമത്തെന്ന് പറയുന്നത് കോപ്പീസ് ദ സ്ട്രിങ് ടു ബി ഫെഡ് ടു ടി, മൂന്നാമത്തെ ടേപ്പ് എന്ന് പറയുന്നത് കീപ് ട്രാക്ക് ഓഫ് വിച്ച് സ്റ്റേറ്റ് ടി എസ് ഇൻ. So universal Turing machine operates by looking up a transition for T's current state and using the current symbol of the input string for T, the carrying out that transition. ഒരു ഫൈനൈറ്റ് കൺട്രോൾ ബോക്സ് ഉണ്ട്. സോ സ്റ്റേറ്റ് എവിടെയാണെന്നിരിക്കുന്നത്, ഒരു ടേപ്പ് എന്ന് പറയുന്നത് എൻകോഡിങ്ങിന്, രണ്ടാമത്തെന്ന് പറയുന്നത് ഇൻപുട്ട് സ്ട്രിങ്, മൂന്നാമത്തേത് സ്റ്റേറ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. സോ ഇതാണ് ഒരു യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ്റെ ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വൺ വേ ടു എൻകോഡ് എ ട്യൂറിംഗ് മെഷീൻ ഇസ് ടു എൻകോഡ് ഓൾ ഓഫ് ഇറ്റ് സ്റ്റേറ്റ്സ്, ടേപ്പ് സിമ്പിൾസ് ആൻഡ് ഡയറക്ഷൻ. അതായത് ഒരു തരം എന്ന് വെച്ചാൽ എന്താ, എല്ലാ സ്റ്റേറ്റും ടേപ്പ് സിമ്പിളും ഡയറക്ഷനും എൻകോഡ് ചെയ്യുക. സോ അതാണ് ഒരു സിംപ്ലസ്റ്റ് യൂണിവറി എൻകോഡിംഗ് എന്ന് പറയുന്നത്. സോ ആദ്യമേ നമുക്ക് എന്ത് എൻകോഡ് ചെയ്യണം, നമുക്ക് സ്റ്റേറ്റ്സ് എൻകോഡ് ചെയ്യണം. സോ അസ്യൂം ദാറ്റ് ട്യൂറിംഗ് മെഷീൻ ഹാസ് ഓൺലി വൺ ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ ട്യൂറിംഗ് മെഷീൻ ഒരു ഫൈനൽ സ്റ്റേറ്റേ ഉള്ളെന്ന് അസ്യൂം ചെയ്യുക. അതേക്കൂട്ട് തന്നെ സ്റ്റാർട്ട് സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് Q1 Q2 ആണ്. അതായത് സ്റ്റാർട്ട് സ്റ്റേറ്റ് Q1 ഫൈനൽ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് Q2 ആണ്. ഓൾ അതർ സ്റ്റേറ്റ്സ് വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ Q3 Q4 എക്സെട്ര Qk. സ്റ്റാർട്ടിങ് Q1 ഫൈനലി Q2, ബാക്കി എല്ലാ സ്റ്റേറ്റുമാണ് Q1 Q3 Q4 എക്സെട്ര Qk ഫോർ സം കീ. ഇനി Q1 എന്ന് പറയുന്നത് ആ ഒരു സ്റ്റാർട്ട് സ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മൾ 1 ആയിട്ടും, ദെൻ Q2 എന്ന് പറയുന്നത് 1 Q3 എന്ന് പറയുന്നത് 3 1. അതായത് നമുക്ക് ഏതാണ് സ്റ്റേറ്റ് എന്നുള്ളത് എളുപ്പം അറിയാതെ നമ്മൾ തന്നെ എൻകോഡ് ചെയ്യുക. സോ Q1 ഒരു 1, Q2 2 1, Q3 1 1 1 ആൻഡ് സോ അങ്ങനെയാണ് നമ്മൾ എൻകോഡ് ചെയ്യുന്നത്. ഇനി എൻകോഡിങ് ടേപ്പ് സിമ്പിൾസ് എൻകോഡ് ചെയ്യുക. സോ വി ക്യാൻ എൻകോഡ് ടേപ്പ് സിമ്പിൾസ് ആസ് എയ്ക്ക്. അപ്പോൾ നമുക്ക് 3-4 ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ എയ്ക്ക് ഒരു 1, ബിക്ക് 2 1, ദെൻ ക്യാപിറ്റൽ ബിക്ക് 3 1. അങ്ങനെ പല രീതിക്ക് നമുക്ക് എൻകോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതേക്കൂട്ട് തന്നെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുക. സോ ഡയറക്ഷൻ എന്താ, ലെഫ്റ്റിന് 1, റൈറ്റിന് 1 1, സ്റ്റോപ്പിനാണെങ്കിൽ 3 1. അതേക്കൂട്ട് തന്നെ എൻകോഡിങ് ട്രാൻസിഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സ്പെസിഫൈ ചെയ്യാം, അതായത് ഓൾഡ് സ്റ്റേറ്റ് പഴയ സ്റ്റേറ്റ് ആണെങ്കിലാണ് ക്യൂ ഓഫ് ഓൾഡ് കോമ ഫോർ എ പർട്ടിക്കുലർ ഇൻപുട്ട് എ ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് ന്യൂ കോമ എക്സ്. ആ എ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഏത് സിമ്പിൾ വെച്ച് റീപ്ലേസ് ചെയ്തു, ആൻഡ് ഡി ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ട്യൂറിംഗ് മെഷീൻ്റെ സീക്വൻസ് ആണ്. സോ 5 ടപ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ 5 സ്റ്റേറ്റ്സ് ഉണ്ട്, സിമ്പിൾ ഉണ്ട്, ദെൻ ന്യൂ സ്റ്റേറ്റ് ഉണ്ട്, സിമ്പിൾ ടു റൈറ്റ് ഉണ്ട്, ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണം. ആൻഡ് ഈച്ച് കമ്പോണൻറ്റ് ഓഫ് വിച്ച് വിൽ ബി സെപ്പറേറ്റഡ് ബൈ 0. അതായത് നമുക്ക് ഇൻപുട്ട് 0, സ്റ്റേറ്റ് 0 വെച്ച് സെപ്പറേറ്റ് ചെയ്യും. അതേക്കൂട്ട് തന്നെ നമുക്ക് എൻകോഡ് ടേപ്പിനെ എൻകോഡ് ചെയ്യുന്നത് 0 സ്പെസിഫൈ ചെയ്യും. ഇപ്പോൾ സ്റ്റേറ്റ് Q1 ആണ്, ഇൻപുട്ട് എ ആണ്. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് 5 ടപ്പിൾ ഫോമാണ്. Q1 A2 Q3 A4 L ഇസ് യൂണറി വുഡ് ബി Q1 എന്താണ് 1, സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് 0. A2 ഇൻപുട്ട്, സോ A2 എന്ന് വെച്ചാൽ എന്താ 2 1, സോ 2 1 കാണിച്ചു. ദെൻ അടുത്തത് സെപ്പറേറ്റ് ചെയ്യാൻ 0. Q3 സ്റ്റേറ്റ് 3 1s, ദെൻ 0. ദെൻ A4 ഇൻപുട്ട് 4 1s, സെപ്പറേറ്റഡ് ബൈ 0, ലെഫ്റ്റ് ആണെങ്കിൽ 1. അതാണ് ആ ഒരു എൻകോഡ് ചെയ്യുന്നത് എക്സാമ്പിൾ. സോ ട്രാൻസിഷൻ ടേബിൾ കാണിക്കുകയാണ്. Q1 ഓൺ ഇൻപുട്ട് എ എന്താണ്, മൂവ് ടു Q2 A, ദെൻ റൈറ്റ് ആണ്. സോ ആണെന്നുണ്ടെങ്കിൽ എന്താ Q1 സ്റ്റേറ്റ് 1 ആണ്, ദെൻ സെപ്പറേറ്റഡ് ബൈ 0. എ ആണെന്നുണ്ടെങ്കിൽ 1 ആണ്, സെപ്പറേറ്റഡ് ബൈ 0. Q2 സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. സോ 2 1s, സെപ്പറേറ്റഡ് ബൈ 0. എ അഗെയിൻ ഇറ്റ് ഇസ് 1, സെപ്പറേറ്റഡ് ബൈ 0. റൈറ്റ് ആണെങ്കിൽ 2 1s. അതേക്കൂട്ട് തന്നെ Q2, സോ 2 1s. ബി ആണെന്നുണ്ടെങ്കിൽ Q2 സെപ്പറേറ്റഡ് ബൈ 0, ദെൻ ബി ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ 2 1 0. Q3 ആണെന്നുണ്ടെങ്കിൽ 3 1s, സെപ്പറേറ്റഡ് ബൈ 0. എ ആണെങ്കിൽ സിംഗിൾ 1 0 ഡബിൾ 1s. സോ
എ ബൈനറി സ്ട്രിങ് ഈക്വലൻറ്റ് ടു ദ ട്യൂറിംഗ് മെഷീൻ വിൽ ബി എന്താണ് 1 0. അതായത് ഇതെല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ് ബൈനറി സ്ട്രിങ് ഈക്വലൻറ്റ് ടു ദ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇതെല്ലാം കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ്. ഇനി അടുത്തതാണ് ചോംസ്കി ഹൈറാർക്കി. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ചോംസ്കി ഹൈറാർക്കി. സോ നമ്മൾ പല തരത്തിലുള്ള ഓട്ടോമാറ്റ പഠിച്ചു. സോ ഹൈറാർക്കി, ഈ ടൈപ്പ് ഓഫ് ഹൈറാർക്കി, ചോംസ്കി ഹൈറാർക്കി, ഇറ്റ് വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ നോം ചോംസ്കി ഇൻ ദ ഇയർ 1956 ഈ ചോംസ്കി ഹൈറാർക്കി ഡിസ്ക്രൈബ് ചെയ്തത്. സോ മെയിൻലി അതിനകത്ത് 4 ക്ലാസ്സസ് ഓഫ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത് ചോംസ്കി ഹൈറാർക്കിക്കകത്ത്. സോ ഒരു ഗ്രാമർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? G is equal to VN ഉണ്ട്, സിഗ്മ ഉണ്ട്, P ഉണ്ട്, S ഉണ്ട്. സോ എവറി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇസ് ഇൻ ഓഫ് ദ ഫോം ആൽഫ ഗിവ്സ് ബീറ്റ ഫോം ആയിരിക്കും. സോ ആൽഫ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മോഡ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ബീറ്റ ആയിരിക്കും. ആൻഡ് എസ് ഗിവ്സ് നൾ സെറ്റ്. സോ ഈ ഒരു ഫോമിലായിരിക്കും നമ്മുടെ ഗ്രാമർ വരുന്നത്. സോ ഹയസ്റ്റ് നമ്പർ ഓഫ് ഗ്രാമർ ഫോർ എ ഗീവൺ സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് ദ ടൈപ്പ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഔട്ടർ സർക്കിൾ. അതായത് ഹയസ്റ്റ് ടൈപ്പ് ഓഫ് ഗ്രാമർ എന്ന് പറയുന്നത് എന്താ? ഏറ്റവും ഔട്ടർ സർക്കിളിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഹയസ്റ്റ് ടൈപ്പ് നമ്പർ ഓഫ് ഗ്രാമർ ഫോർ എ ഗീവൺ സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ടൈപ്പ് 0 ലാംഗ്വേജ്. സോ ടൈപ്പ് 0 ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ട്യൂറിംഗ് മെഷീൻ. ദെൻ ടൈപ്പ് 1. ടൈപ്പ് 1 എന്ന് വെച്ചാൽ എന്തല്ല? കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ്. സോ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റിയാണ്. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ പുഷ് ഡൗൺ ഓട്ടോമാറ്റിയാണ്. ആൻഡ് ലാസ്റ്റ് റെഗുലർ എന്ന് പറയുന്നത് that is finite automata. So if a set of production consists of type 3 and type 2 production, then highest type number or grammar will be type 2. അതായത് ടൈപ്പ് 3യും ടൈപ്പ് 2വും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ടൈപ്പ് 2 ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ ദെയർഫോർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. എവറി റെഗുലർ ലാംഗ്വേജ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ആയിരിക്കും. അതേക്കൂട്ട് തന്നെ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ആയിരിക്കും. അതേക്കൂട്ട് തന്നെ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വിൽ ബി റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ. സോ എക്സാമ്പിളാണ് എ ഗിവ്സ് എ ബി, കോണ്ടെക്സ്റ്റ് ഫ്രീ ആണ്. ദർ ഇസ് നൈദർ ലെഫ്റ്റ് ഓർ റൈറ്റ് കോണ്ടെക്സ്റ്റ്. എ ഗിവ്സ് സ്മോൾ എ സ്മോൾ ബി. ദെൻ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത് ഇസ് ടൈപ്പ് 0 ഓർ ഇറ്റ് ഇസ് നോൺ ആസ് റെസ്ട്രിക്റ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ഗ്രാമർ. അപ്പോൾ ഗ്രാമറും അതിൻ്റെ പ്രൊഡക്ഷൻ ഏത് ടൈപ്പാണ് വരുന്നത്, ലാംഗ്വേജ് എന്താണ് വരുന്നത്, ഏതാണ് ഓട്ടോമാറ്റ, എക്സാമ്പിളാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ചോംസ്കി ഹൈറാർക്കിക്കകത്ത് ഫസ്റ്റ് വരുന്നതാണ് ടൈപ്പ് 0 ഗ്രാമർ. സോ ടൈപ്പ് 0 ഗ്രാമർ എന്ന് വെച്ചാൽ എന്താ? അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമറാണ് ടൈപ്പ് 0 ഗ്രാമർ എന്ന് പറയുന്നത്. സോ ടൈപ്പ് 0 എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ സർക്കിളാണ്. സോ അവിടെ എന്താണെന്ന് അതിൻ്റെ വെച്ചാൽ പ്രൊഡക്ഷന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല, ഏത് ടൈപ്പ് പ്രൊഡക്ഷൻ വേണമെങ്കിലും വരാം. ലാംഗ്വേജ് എന്ന് പറയുന്നത് ടൈപ്പ് 0 ലാംഗ്വേജ് അല്ലെങ്കിൽ റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജ് ആണ് ടൈപ്പ് 0 എന്ന് പറയുന്നത്. ദെൻ യൂസ് ചെയ്യുന്നത് ട്യൂറിംഗ് മെഷീൻ ആണ്, അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമർ. സോ ലാംഗ്വേജ് ടു ഫൈൻഡ് GCD ഓഫ് 2 നമ്പേഴ്സ്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ടൈപ്പ് 1 ഗ്രാമർ. സോ ടൈപ്പ് 1 ഗ്രാമർ എന്ന് വെച്ചാൽ എന്താ? കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ ആകാം. സോ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം, പ്രൊഡക്ഷൻ്റെ ഫോം ആൽഫ എ ബീറ്റ ഗിവ്സ് ഗാമ. അതിൻ്റെ അകത്ത് എ എന്ന് പറയുന്നത് നോൺ ടെർമിനലാണ്, ഗാമ എന്ന് പറയുന്നത് ഒന്നുകിൽ നോൺ ടെർമിനൽ ആകാം അല്ലെങ്കിൽ ടെർമിനൽ ആകാം. ആൻഡ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഗെയിൻ നോൺ ടെർമിനൽ യൂണിയൻ ടെർമിനൽ ക്ലോഷർ. ദെൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ടൈപ്പ് 1 ലാംഗ്വേജ് അല്ലെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ്. സോ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുന്ന മെഷീൻ ഏതാ? ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ. സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് L is equal to ഓഫ് ദ ഫോം എക്സാമ്പിൾ A raised to n, B raised to n, C raised to n such that n greater than or equal to 0. മൂന്നാമത്തെ ടൈപ്പാണ് ടൈപ്പ് 3 ഗ്രാമർ, ടൈപ്പ് 2 ഗ്രാമർ ഓർ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ഗ്രാമർ. സോ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ഓഫ് ദ ഫോം A gives ആൽഫ, വെയർ എ എന്ന് പറയുന്നത് നോൺ ടെർമിനൽ ആയിരിക്കും, ആൽഫ എന്ന് പറയുന്നത് നോൺ ടെർമിനൽ യൂണിയൻ സിഗ്മ ക്ലോഷർ. സോ ടൈപ്പ് 2 ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓർ വി ക്യാൻ സേ ദാറ്റ് ദിസ് മെഷീൻ അക്സെപ്റ്റ്സ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. സോ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുന്ന മെഷീൻ ഇതാ പുഷ് ഡൗൺ ഓട്ടോമാറ്റിയാണ്. സോ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് L is equal to A raised to n, B raised to n such that n greater than or equal to 0 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിരിക്കും. ദെൻ ഏറ്റവും ഹയസ്റ്റ് ഗ്രാമറാണ് ടൈപ്പ് 3 ഗ്രാമർ ഓർ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് റെഗുലർ ഗ്രാമർ. സോ റെഗുലർ ഗ്രാമറിന് ജനറൽ ഫോം എന്താ? ഒരു ടെർമിനൽ നോൺ ടെർമിനൽ ഗീവ്സ് എ ഓർ
നോൺ ടെർമിനൽ ഗീവ്സ് എ ആൽഫ. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ ടെർമിനലാണ്. ആൻഡ് സ്മോൾ എ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട്, അതായത് സിഗ്മയാണ്. ആൻഡ് ആൽഫ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ടെർമിനൽ യൂണിയൻ സിഗ്മ ക്ലോഷർ ആണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ടൈപ്പ് 3 ലാംഗ്വേജ്, ഓർ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ റെഗുലർ ലാംഗ്വേജ്. സോ ഓട്ടോമാറ്റ് ഏതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഫൈനൈറ്റ് ഓട്ടോമാറ്റ് ആണ്. ആൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എ റേസ് ടു n സച്ച് ദാറ്റ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് വരുന്നത്.